ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യഥാർത്ഥ ഭക്തനിൽ നിന്നും ഭഗവാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വളരെ വില കൂടിയ ഉപഹാരങ്ങളാണോ ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്? വളരെ വിലയുള്ള വഴിപാടുകളാണോ? സ്വർണ്ണാഭരണങ്ങളാണോ? സ്വർണ്ണ കിരീടമാണോ? ആചാര്യന്മാർ പറയുന്നു, ഭഗവാൻ ഒരു യഥാർത്ഥ ഭക്തനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയമാണ്, പരിശുദ്ധമായിട്ടുള്ള പ്രേമമാണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു ചരിതം നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ നിന്നും കാണാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തിലെ രാധാകാന്ത ക്ഷേത്രത്തിലെ പൂജകനായിരുന്നു. അതിനുശേഷമാണ് കാളി ക്ഷേത്രത്തിലെ പൂജകനായി മാറിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാധാകാന്ത ക്ഷേത്രത്തിലെ പൂജകൻ ക്ഷേത്രത്തിലെ നട തുറന്നപ്പോൾ ഭഗവാൻ കൃഷ്ണന് ചാർത്തിയിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല. അദ്ദേഹം ആകെ വിഷമിച്ചു. ചുറ്റുപാടുമെല്ലാം നോക്കിയപ്പോൾ ഒരു മോഷണത്തിൻ്റേതായ എല്ലാ ലക്ഷണങ്ങളും കണ്ടു. അതുകൊണ്ട് തന്നെ വേഗം ക്ഷേത്രം അധികൃതരെ വിവരമറിയിച്ചു. ഈ ക്ഷേത്രം റാണി രാസമണിയുടേതായിരുന്നു. അന്നത്തെ കാലത്ത് ആ ക്ഷേത്രത്തിൻ്റെ നോക്കി നടപ്പുകളെല്ലാം നടത്തിയിരുന്നത് റാണിയുടെ ജാമാതാവായിട്ടുള്ള മധുരബാബുവാണ്. മധുരബാബു ഇതറിഞ്ഞതോടെ ഓടി ക്ഷേത്രത്തിലെത്തി. അദ്ദേഹം വളരെയധികം വിഷമിച്ചു. നൊന്ത് വിഷമിച്ച ആ ഒരു മനസ്സോടുകൂടി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ വന്ന് നിന്ന് വളരെ വിഷമത്തോടുകൂടി ഭഗവാനോട് പറയാൻ തുടങ്ങി, എന്നാലും എൻ്റെ ഭഗവാനെ, അങ്ങേ ധരിപ്പിച്ചിരുന്ന ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടുവല്ലോ. ഈ സ്വർണ്ണാഭരണങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പോലും അങ്ങേക്ക് കഴിവില്ലേ? പിന്നെ ഞങ്ങളുടെ കാര്യം പറയണമോ എന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒരരികിൽ നിൽപ്പുണ്ടായിരുന്നു. മധുരബാബുവിൻ്റെ വിഷമത്തിൽ ശ്രീരാമകൃഷ്ണദേവനും വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഭഗവാനെ ഈ വിധത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശ്രീരാമകൃഷ്ണദേവന് സഹിച്ചില്ല. ഉടൻ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, മധുരബാബു, നീ എന്താണ് ഈ പറയുന്നത്? ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടാണോ നീ ഈ സ്വർണ്ണങ്ങളെല്ലാം അല്ലെങ്കിൽ സ്വർണ്ണമാലകളും ഈ ആഭരണങ്ങളുമെല്ലാം ഭഗവാനെ ധരിപ്പിച്ചത്? ഭഗവാന് സ്വർണവും രത്നവും എല്ലാം തുല്യം തന്നെ. നമ്മളുടെ മനസ്സിന് സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഭഗവാനെ നമ്മൾ ഈ ആടയാഭരണങ്ങളെല്ലാം ചാർത്തുന്നത്? നമ്മളുടെ സന്തോഷത്തിനാണ് നമ്മളിതെല്ലാം ചാർത്തുന്നത് എങ്കിൽ ഇതെല്ലാം സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും നമുക്കാണ്. ഭഗവാൻ ഇതൊന്നും ആവശ്യപ്പെടാത്തിടത്തോളം കാലം ഇതൊന്നും സംരക്ഷിക്കേണ്ട ചുമതലയും ഭഗവാനില്ല. നമ്മളാണ് ഇതെല്ലാം ചാർത്തിയതെങ്കിൽ തീർച്ചയായും അതിനുള്ള സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് മധുരബാബുവിന് നല്ലതുപോലെ മനസ്സിലായി. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഭഗവാന് വേണ്ടത് ഭക്തൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഹൃദയമാണ്. മറ്റെന്താണ് നമുക്ക് ഭഗവാനായി സമർപ്പിക്കാനുള്ളത്? കാരണം ഈ പ്രപഞ്ചത്തിലെ സകലത്തിനും അധികാരി ഭഗവാനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ഒരു 20,000 രൂപയുടെ ഒരു വഴിപാടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വസ്തു സമർപ്പിക്കുകയാണ് എന്നിരിക്കുക. നമ്മളവിടെ നമ്മളുടെ പേരൊക്കെ എഴുതി വയ്ക്കും. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് ഒരു മാതൃക അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനമാകുന്നതിനാണെങ്കിൽ തെറ്റില്ല. എന്നാൽ താനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവരറിയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അതിന് കാരണം നമുക്കൊരു 50,000 രൂപ ശമ്പളമുണ്ട് എന്നിരിക്കുക. ഈ 50,000 രൂപ തരുന്നത് ആരാണ്? ശരിക്കും ആത്യന്തികമായി നമുക്കിതെല്ലാം തരുന്നത് ഭഗവാനാണ്. അതിൽ നിന്നും ഒരു 20,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ 20,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി ഭഗവാന് കൊടുത്തു എന്ന്. ശരിക്കു പറഞ്ഞാൽ ആ 50,000 രൂപ നമുക്ക് തരുന്നത് തന്നെ ഭഗവാനാണ്. അതിൽ നിന്നും ഒരു 20,000 രൂപ തിരിച്ചു കൊടുത്തിട്ട് അത് നമ്മളുടേതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിനക്ക് എനിക്കായി സമർപ്പിക്കാനായിട്ട് നിൻ്റേതായിട്ടൊന്നുമില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യ പ്രയശ്ചതി എന്നല്ലേ പറയുന്നത്. ഭഗവാൻ പറയുന്നു, നീ സമർപ്പിച്ചോ, അതിൽ തെറ്റില്ല. പക്ഷേ അതൊരു പൂവാണെങ്കിലും കായാണെങ്കിലും വെള്ളമാണെങ്കിലും പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടുകൂടി സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. ശരിക്കു പറഞ്ഞാൽ ഭഗവാൻ പറയുന്നു, നീ പോലും നിൻ്റെ സ്വന്തമല്ല, പിന്നെ നിനക്ക് നിന്നെ തന്നെ എങ്ങനെ സമർപ്പിക്കാൻ പറ്റും? നിന്നെ തന്നെ നിനക്ക് സ്വന്തമാണെങ്കിൽ നീ പറയുന്നത് പോലെ നിൻ്റെ ശരീരം അനുസരിക്കണ്ടേ? നീ പറയുന്നത് പോലെ നിൻ്റെ കണ്ണുകൾ പോകുന്നില്ല. നീ ആഗ്രഹിക്കാത്തതെല്ലാം കണ്ണുകൾ കാണുന്നു. നീ ആഗ്രഹിക്കാത്തതെല്ലാം ചെവി കേൾക്കുന്നു. നീ ആഗ്രഹിക്കാത്തടത്ത് നിൻ്റെ ശരീരം പോകുന്നു. നീ ആഗ്രഹിക്കാത്തതുപോലെ നിൻ്റെ ശരീരത്തിൽ പല അസുഖങ്ങളും വരുന്നു. അതായത് നിൻ്റെ ശരീരം പോലും നിനക്ക് സ്വന്തമല്ല,
പിന്നെ എങ്ങനെ നിനക്ക് മറ്റു വസ്തുക്കൾ എനിക്ക് സമർപ്പിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയമാണ്. മാത്രമല്ല, നമുക്ക് ഓരോ ഐശ്വര്യങ്ങൾ തരുമ്പോഴും അതിനുള്ള ആ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡാണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ശബരിയുടേതാണ്. ശബരിക്ക് കുലമഹിമയില്ല, സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല. എന്നാൽ ഭഗവാൻ നോക്കിയത്, ശ്രീരാമചന്ദ്രസ്വാമി നോക്കിയത് അവളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയമാണ്. എന്നാൽ വളരെ സുന്ദരിയായിട്ട് ശൂർപ്പണഖ ശ്രീരാമൻ്റെ മുന്നിൽ വന്നു. ഭഗവാൻ പക്ഷേ അവളെ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ മാരീചനാണെങ്കിലും സ്വന്തം രൂപം മറച്ചു വെച്ചിട്ടാണ് സീതാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. രാവണനാണെങ്കിലും സ്വന്തം രൂപം മറച്ചു വെച്ചിട്ടാണ് സീതാദേവിയുടെ മുന്നിൽ വന്നത്. എന്നാൽ ഭഗവാന്റെ മുന്നിൽ ഇവരെത്ര രൂപം മാറ്റി വന്നാലും ഭഗവാൻ അതെല്ലാം മനസ്സിലാകുന്നു. ഭഗവാൻ അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, രാജാവിനെ കാണാൻ പോകുമ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോഴും ഗുരുക്കന്മാരെ, അതുപോലെ രോഗികളെ, കുട്ടികളെ, ഇവരെയൊക്കെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത് എന്ന് പറയും. വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ എന്തെങ്കിലും ഒന്ന് ഭഗവാനെ നമ്മൾ സമർപ്പിക്കുന്നു, ആ ഒരു വിനയഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് കുനിഞ്ഞിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. ആ വിനയഭാവം നമ്മളിൽ ഉണ്ടാകാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും സമർപ്പിക്കാനുമുള്ള ഒരു മനോഭാവവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതുപോലെ കൊടുക്കുമ്പോൾ നമ്മളിലെ മനോഭാവം എന്തായിരിക്കണം? എല്ലായ്പ്പോഴും ഞാനിത് കൊടുക്കുന്നു, ഞാനത് ഞാനിത് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കരുത്. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കത്ര ഈശ്വര വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ കർമ്മങ്ങളെല്ലാം, ധർമ്മങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഓഫീസിൽ കൃത്യമായിട്ട് പോകുന്നു, ഞാൻ രാവിലെ കൃത്യമായിട്ടാണ് അവിടെ എത്തുന്നത്, എൻ്റെ ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വൈകിട്ട് കൃത്യമായിട്ട് തിരിച്ചു വന്ന് എൻ്റെ വീട്ടിലെ കടമകളെല്ലാം ചെയ്യുന്നു, ഞാൻ കൈക്കൂലി മേടിക്കാറില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും അല്ലേ? ജാബാല ന്യായം എന്ന് പറയും. കേൾക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ എല്ലായിടത്തും ഞാൻ എന്നുള്ള ഭാവം മുഴച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ ഞാൻ വിചാരിച്ചാൽ ഇതെല്ലാം സംഭവിക്കുമോ? ഞാൻ രാവിലെ കൃത്യമായി ഓഫീസിലെത്തുന്നുണ്ട്. ഇത് നമ്മളുടെ ക്രെഡിറ്റാണോ? ഒരിക്കലുമല്ല. ആ വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റാം. ഇതെല്ലാം നമ്മളുടെ കഴിവാണെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളെ നമുക്ക് മാറ്റിവെക്കാം, നമുക്ക് വരുന്ന അപകടങ്ങളെ നമുക്ക് മാറ്റി വയ്ക്കാം. ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എനിക്ക് അപകടങ്ങൾ വരണമെന്ന്? ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ എനിക്ക് അസുഖങ്ങൾ വരണമെന്ന്? പിന്നെയും എന്തുകൊണ്ട് വരുന്നു? അപ്പോൾ നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് ആ ഈശ്വര ശക്തിയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാന് വേണ്ടത് നമ്മളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയവും നമ്മൾ വന്ന വഴിയും നമുക്ക് ലഭിച്ച ഐശ്വര്യങ്ങളോടുമുള്ള നന്ദിയുമാണ്. ആത്മീയ കഥകളുടെ ഈ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയൊരു കഥയുമായി കാണാം. നമസ്കാരം.